ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞാൽ അത് നല്ല ധൈര്യമുള്ള ആളുകൾക്ക് അത് സാധിക്കുള്ളൂ. കാരണം എന്നിട്ട് ഞങ്ങളൊക്കെ അവൻ്റെ മുഖത്ത് നോക്കി, എന്താ അങ്ങനെ പറയണേ? കാരണം ജീവിതത്തിൽ ജീവിച്ചു പോകാൻ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ടാവും. അങ്ങനെ പ്രതിസന്ധി ഘട്ടത്തിൽ കുറേ പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ട ഒരു ധൈര്യം ഉണ്ടല്ലോ. ആത്മഹത്യ ചെയ്യാൻ സമയത്ത് അവർ കാണിക്കുന്ന ധൈര്യത്തിൻ്റെ ഒരു ചെറിയൊരു ശതമാനം മതി ജീവിക്കാൻ. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അദ്ദേഹം അത് പറഞ്ഞ ഒരു സെക്കൻഡ് മുതൽ സ്റ്റക്കായി പോയി. ഒരു മധ്യവയസ്ക്ക് പിന്നിട്ടിട്ടുള്ള അവരുടെ ഒരു ഭർത്താവും ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും, 2 കുട്ടികൾ. അവരെ കൊണ്ട് ഓരോ അമ്പലത്തിലൂടെയും കയറിപ്പോയി. അവസാനം പോലീസ് സ്റ്റേഷനിലും കയറിപ്പോയിട്ടുണ്ട്. അവസാനം അവർ പുഴയിലിറങ്ങി മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തൊരു വാർത്ത ഉണ്ടായിരുന്നു അടുത്ത്. ഭയങ്കര ഒരു നമ്മളെ ഹൃദയമേ എന്താ പറയുക, പിടിച്ചുലക്കുന്നൊരു വാർത്തയായിട്ടത് ഒരുപാട് ഉണ്ടാവലുണ്ട്. അങ്ങനത്തെ ആത്മഹത്യകളൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് ഒരാൾ എഴുതിയിട്ടുള്ളൊരു കുറിപ്പുണ്ട്. അത് നമുക്ക് കുറച്ച് കാര്യങ്ങളിൽ ആ കുറിപ്പിനോടനുബന്ധിച്ച കാര്യങ്ങൾ ചിന്തനീയമായിട്ടുള്ളതാണ്. കുറിപ്പ് ഞാനൊന്ന് വായിക്കാം. ദൈവമേ, ഞാൻ കണ്ടുമുട്ടുന്ന മനുഷ്യർക്ക് എന്താണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ ശനിയാഴ്ച ആലുവ SP ഓഫീസിൽ, അഥവാ 26/2026, എനിക്കൊരാവശ്യത്തിന് പോകേണ്ടതുണ്ടായിരുന്നു. SP കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് കാഴ്ചയില്ലാത്ത ഭാര്യയും തൻ്റെ 2 മക്കളെയും കൂട്ടി അയാൾ വിസിറ്റേഴ്സ് റൂമിലേക്ക് കയറി വന്നത്. വന്നപാടെ ഭാര്യയെ അയാൾ ഒരു കസേരയിലിരുത്തി. ആൺകുട്ടി അയാളുടെ തോളിൽ ചാഞ്ഞ് കിടക്കുകയായിരുന്നു. അവന് ചെറിയ പനിയുണ്ടായിരുന്നു. ഭാര്യയുടെ കയ്യിൽ ഒരു ബാഗും അയാളുടെ കയ്യിൽ ഒരു കവറും ഉണ്ടായിരുന്നു. പെൺകുട്ടി വളരെ ആക്റ്റീവായിരുന്നു. അവൾ അവിടെയും ഇവിടെയുമൊക്കെ ഇങ്ങനെ ഓടി നടന്നു. ഒരു കസേരയിൽ നിന്നും മറ്റൊരു കസേരയിലേക്ക് ചാടി നടന്നു. അവളെ നോക്കി ഞാൻ ചെറുതായി ചിരിച്ചു. അവളും അവളുടെ കയ്യിലിരുന്ന ആ ബാലരമ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നതോടെയാണ് അവൾ എന്നോട് കൂട്ടായത്. ഞങ്ങൾ 2 പേരും ചേർന്ന് അത് വായിക്കാൻ തുടങ്ങി. ഒടുവിൽ അവളുടെ അമ്മയുടെ ബാഗിൽ നിന്ന് പേന എടുത്തു കൊണ്ടുവന്ന് ഒരു നോട്ടീസിനുള്ളിലെ കണക്കുകൾ അവളും ഞാനും കൂട്ടി എഴുതാൻ തുടങ്ങി. ഒരു കണക്ക് അവൾ ചെയ്യുമ്പോൾ അടുത്തത് ഞാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് വലിയ കൂട്ടുകാരായി മാറി. ഇതിനിടയിൽ അച്ഛൻ്റെ കയ്യിലിരുന്ന ചെറിയ കുപ്പിയിലെ ജ്യൂസ് അവൾ വാങ്ങി കുടിച്ചു. മുഴുവൻ കുടിച്ചോളൂ എന്ന് പറഞ്ഞിട്ടും അവൾ കുടിച്ചില്ല. ഉണ്ണിക്ക് വേണം എന്നവൾ. അവന് പനിയാണ് എന്ന് അച്ഛൻ പറഞ്ഞിട്ടും അവൾ അത് ബാക്കി വെച്ചു. വീണ്ടും എൻ്റെ അടുക്കൽ വന്ന് കളിക്കുന്നതിനിടയിൽ ആ അച്ഛൻ എന്നോട് ചോദിച്ചു, ടീച്ചറാണോ എന്ന്. ഞാൻ അതേ എന്ന് ഉത്തരം പറഞ്ഞു. ഞങ്ങൾ വീണ്ടും പലതും സംസാരിച്ചിരുന്നെങ്കിലും അവരുടെ പ്രശ്നം എന്താണെന്ന് ഞാൻ ചോദിച്ചില്ല. എനിക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാവാം ഞാൻ ചോദിക്കാതിരുന്നത്. ഞാനും അവളും തമ്മിലുള്ള കളി കണ്ടിട്ടാവണം അപ്പുറത്തെ സീറ്റിലിരുന്ന സ്ത്രീ എന്നോട് ചോദിച്ചു, പരിചയക്കാരാണോ? അല്ല, ഇപ്പോൾ കണ്ടതേയുള്ളൂ എന്ന് ഞാൻ ഉത്തരം നൽകി. SP അവരെ ഉള്ളിലേക്ക് വിളിച്ച സന്ദർഭത്തിൽ ഞങ്ങൾ സാറിനെ കണ്ടിട്ട് വരട്ടെ എന്ന് ആ മിടുക്കി പെൺകുട്ടി എന്നോട് പറഞ്ഞിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ തുള്ളിച്ചാടിപ്പോയി. അച്ഛൻ കവർ ഇവിടെ ഇരിപ്പുണ്ട്, നോക്കണേ എന്ന് മനേഷേട്ടനോട് പറഞ്ഞു. ഹന്ന എന്നായിരുന്നു അവളുടെ പേര്. 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നാണ് തോന്നുന്നത്. ഇംഗ്ലീഷ് അക്ഷരങ്ങൾ നന്നായി വായിക്കാമായിരുന്നെങ്കിലും മലയാളം വാക്കുകൾ കൂട്ടിച്ചേർത്ത് വായിക്കാൻ അവൾക്ക് കുറച്ച് പ്രയാസമുണ്ടായിരുന്നു. ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പറയുന്ന സമയത്ത് അവൾ എന്നോട് പറഞ്ഞു, എൻ്റെ ടീച്ചർ അങ്ങനെയല്ലല്ലോ പറഞ്ഞു തന്നത് എന്ന്. ആഹാ, എങ്കിൽ ആ ടീച്ചർ എനിക്കൊന്ന് കാണണമല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാനും അവളും കൂടി ഒരുമിച്ച് ചിരിച്ചു. പിന്നീട് ഞങ്ങളും SP കണ്ടതിന് ശേഷം താഴത്തെ വിസിറ്റിംഗ് റൂമിലേക്ക് വന്നു. ആ സമയത്ത് അവരും അങ്ങോട്ട് കടന്നു വന്നു. ആ അച്ഛൻ കുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. പോലീസുകാർ വന്ന് ഫുഡ് കഴിക്കാൻ വാടാ എന്ന് വിളിച്ചപ്പോൾ വേണ്ട എന്ന് അയാൾ പറഞ്ഞു. പക്ഷേ പോലീസുകാരൻ നിർബന്ധിച്ച് അവരെയും കൂട്ടി പുറത്തേക്ക് പോയി. ഞങ്ങൾക്ക് പോകേണ്ട സമയം ആയപ്പോഴേക്കും അവൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ടീച്ചറെ പോവുകയാണോ? ടാറ്റ എന്നൊക്കെ പറഞ്ഞാണ് അവൾ യാത്ര പറഞ്ഞത്. ഇപ്പോൾ ആ കുടുംബം ഒന്നാകെ ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ് ഞാൻ കേൾക്കുന്നത്. എന്തൊരു വിധിയാണിത്! ജീവിക്കാൻ വേണ്ടി ആ മനുഷ്യൻ എത്രമാത്രം പൊരുതിയിട്ടുണ്ടാവും. എവിടെയെല്ലാം അന്ധയായ ഭാര്യയെയും മക്കളെയും കൂട്ടി കയറി ഇറങ്ങിയിട്ടുണ്ടാവും. വാടക വീട് നഷ്ടപ്പെട്ടെന്നും തെരുവിലായിരുന്നു കിടന്നതെന്നും അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായിരുന്നു. കുറച്ച് സമയത്തെ പരിചയം മാത്രമാണെങ്കിലും എത്ര വലിയ സ്നേഹമാണ് ആ കുഞ്ഞെനിക്ക് സമ്മാനിച്ചത്.
വീണ്ടും എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. സഹിക്കാൻ കഴിയാതെ പോയ എൻ്റെ നിസ്സഹായമായ ജീവിതത്തെ ഓർത്ത് എന്ന് ഒരാൾ FBയിൽ പോസ്റ്റ് ഇട്ടതാണ്. ഈ പോസ്റ്റിൽ കാരണം മനസ്സിലായല്ലോ. നമ്മളതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നു. ഒരു ഈ ഭാര്യയും 2 കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ നടന്നു പോവുക പല സ്ഥലങ്ങളിലേക്കും, പിന്നെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുക. അപ്പോൾ എന്തിനാണ് നമുക്ക് ശരിക്ക് മനുഷ്യന് ആകെ തളർന്നു തകർന്നു പോകുന്ന നിമിഷങ്ങൾ. അപ്പോൾ അതിൻ്റെ കമൻറ്റുകൾ ഇങ്ങനെ വായിച്ചു, എന്തിനാണ് ഇപ്പോൾ കുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നത്? കാരണം ആത്മഹത്യ ചെയ്യാൻ അത്രയും പ്രയാസകരമായ കാര്യം ഇവിടെ ഉണ്ടോ? വീടില്ല, വാടക വീട് കൊടുക്കുന്ന, വാടക വീടില്ലെങ്കിൽ പുറത്ത് ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ എന്നൊക്കെയാണ് കമൻറ്റുകളിലുള്ളത്. പക്ഷെ മനുഷ്യൻ്റെ സാധാരണഗതിയിലുള്ള മാനസികാവസ്ഥ വെച്ചിട്ട് ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പലപ്പോഴും മനുഷ്യന് കഴിയാതെ വരുന്നു. പക്ഷെ അതിനൊക്കെ അതിജയിക്കാൻ കഴിയുന്നത് ശരിക്ക് ഈ ലോകത്തെ മാത്രം ജീവിതം ഉള്ളൂ എന്ന് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ജീവിതം ഉണ്ട് എന്നുള്ളതും എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതവസ്ഥയെ തരണം ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു വിശ്വാസിയാണെങ്കിൽ പോലും പലപ്പോഴും അവരും ഈ ഘട്ടത്തിൽ പരാജയപ്പെടുന്നത് പിശാച് അവനെ എത്തിക്കുന്ന അത് ബ്ലെയിം ചെയ്തിട്ടാണല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് എന്താ ഇതിൽ ചിന്തിക്കാനുള്ളത്? നമ്മുടെ ലൈഫ് ഇന്നുള്ളത് പോലെ ആവില്ല നാളെ. അപ്പോൾ അവിടെ നമ്മളായിട്ട് ഒതുങ്ങിപ്പോകുന്ന, നമ്മൾ പ്രയാസത്തിൽ വിടുന്ന സമയത്ത് പടച്ചോനെ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ടും നിന്നിൽ അഭയം കിട്ടാനുള്ളൊരു തൗഫീക്ക് എനിക്ക് തരണേ എന്ന് നമ്മളെ മനസ്സിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന മുൻകൂട്ടി തന്നെ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അവർ വിശ്വാസികളല്ല, പക്ഷെ അവരുടെ വിശ്വാസം അനുസരിച്ച് ഓരോ ദൈവത്തിൻ്റെ അവർ കാണുന്ന അവരുടേതായ ദൈവസങ്കല്പം ഉണ്ടല്ലോ, പിന്നെ ക്ഷേത്രങ്ങൾ, അവിടെയൊക്കെ അവർ പോയിട്ടുണ്ട്. ഒരു ദൈവവും തുണച്ചില്ല എന്നാണ് മറ്റേ ഇതിൽ കാണുന്നത്. പക്ഷേ നമ്മളവിടെ എന്താണ്, എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്? ഈ ഒരു സിറ്റുവേഷനിലേ ഞാനൊരിക്കൽ ഞങ്ങൾ സുബഹിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സുഹൃത്ത് ചെവിയിൽ വന്നിട്ട് പറഞ്ഞു, നമ്മളെ ഈ തൊട്ടടുത്ത ജംഗ്ഷനിലുള്ള ഒരു വാടക സ്റ്റോർ നടത്തുന്ന ഒരു സുഹൃത്തുണ്ട്, ആൾ ഇന്ന് പുലർച്ചെ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഷോക്കായി. പിന്നെ പറഞ്ഞത് ഓൻ സ്വന്തം തീരുമാനം എടുത്തതാണെന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്ത് വേറൊരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, സംഭവം ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞാൽ അത് നല്ല ധൈര്യമുള്ള ആളുകൾക്ക് അത് സാധിക്കുള്ളൂ. കാരണം എന്നിട്ട് ഞങ്ങളൊക്കെ അവൻ്റെ മുഖത്ത് നോക്കി, എന്താ അങ്ങനെ പറയണേ? കാരണം ജീവിതത്തിൽ ജീവിച്ചു പോകാൻ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ടാവും. അങ്ങനെ പ്രതിസന്ധി ഘട്ടത്തിൽ കുറേ പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ട ഒരു ധൈര്യം ഉണ്ടല്ലോ. ആത്മഹത്യ ചെയ്യാൻ സമയത്ത് അവർ കാണിക്കുന്ന ധൈര്യത്തിൻ്റെ ഒരു ചെറിയൊരു ശതമാനം മതി ജീവിക്കാൻ. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അദ്ദേഹം അത് പറഞ്ഞ ഒരു സെക്കൻഡ് മുതൽ സ്റ്റക്കായി പോയി. അപ്പോഴാണ് ശരിക്കും അവനെക്കുറിച്ച് സാധാവം തോന്നിയത്. ഇപ്പം നിങ്ങൾ പറഞ്ഞ ഈ ഒരു അനുഭവക്കുറിപ്പിലൂടെ നമുക്ക് മനസ്സിലായത് അത് തന്നെയാണ്. ജീവിക്കാൻ ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ ഓരോ ദിവസവും നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ആത്മഹത്യ ചെയ്യാനുള്ള ആ ഒരു തൻ്റെടമുണ്ടല്ലോ, ആ ഒരു തൻ്റെടത്തിൻ്റെ എത്രയോ ചെറിയൊരു ശതമാനം മതി സുഖമായിട്ട് പ്രതിസന്ധികളെ. പക്ഷെ അത് തൻ്റെടം അവിടെ വരണമെന്ന് വെച്ചാൽ നമുക്കൊരു എന്താ പറയുക, ആ സാഹചര്യത്തെ അതിജീവിക്കാൻ കഴിയാതെ വരിക എന്നാൽ അത് അതിജീവിക്കാനുള്ള ശക്തി പ്രകൃതിയ മനുഷ്യൻ ആ സാഹചര്യത്തിലില്ല. പിന്നെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? പടച്ചോനുള്ള വിശ്വാസം കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. ആ വിശ്വാസം നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു മുസ്ലിം അയാളെ പോലും ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നത്. ആ വിശ്വാസം ഇല്ലാതാക്കുക എന്നുള്ളതാണ് പിശാച് ജയിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഇതേന്ന് പറയാനുള്ളൂ, നമ്മളുടെ ഫ്യൂച്ചറിൽ നമ്മൾ ഏത് സാഹചര്യത്തിലെത്തി കഴിഞ്ഞാലും പടച്ചോനെ തന്ന ആയുസ്സിനെ അതിനെ എടുക്കുമ്പോൾ അല്ലേ ആ നിലക്ക് അതിനെ എത്തിക്കാൻ, അത് അങ്ങേയറ്റം മുട്ടിക്കാനുള്ള ഒരു തൗഫീക്ക് തരണേ. അതിന് ധീരമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് കിട്ടണേ എന്നുള്ള നിരന്തരമായ പ്രാർത്ഥന തന്നെയാണ് നമുക്ക് വേണ്ടത്.